ഞാൻ കുറെ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മൾക്കിന്ന് കുറെ നാൾ കൂടി ഇന്നൊരു ലോങ് വീഡിയോ ഇടുന്നത്. നമുക്കിന്നൊരു ഓണാഘോഷത്തിന് പോകാം. ഏട്ടന്റെ വീട്ടിലാണ്, ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരും ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് പെരിന്തൽമണ്ണയാണ് താമസിക്കുന്നത്. ഇവിടെ അപ്പാർട്ട്മെന്റിലാണ്. നമ്മൾ ഇവിടെ നിന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. കല്ലടിക്കോടാണ് ഏട്ടന്റെ ഒക്കെ വീട്. അപ്പൊ അവിടെ ഓണാഘോഷത്തിന് വേണ്ടി നമുക്ക് പോയാലോ? അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങാടിപ്പുറം തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലൊന്ന് കയറി. തിരുവോണമായതുകൊണ്ട് ക്ഷേത്രത്തിൽ അത്തപ്പൂക്കളവും വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. എപ്പോഴത്തെയും പോലെ തന്നെ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ റോട്ടിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ കല്ലടിക്കോട്, പ്രോപ്പർ പ്ലേസ് വാലിക്കോടാണ്, ഏട്ടന്റെ തറവാട് വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം വിശേഷമൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ കൊടുത്ത് അമ്മയുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചു. അമ്മ കിച്ചൂട്ടിന് ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മാവന്മാരും കസിൻസും കുട്ടികളും ഒക്കെ അവരവരുടേതായ ഓണം വൈബിലാണ് കേട്ടോ. ഇതാണ് അമ്മാവന്റെ മോൾ, ഞങ്ങളുടെ കുഞ്ഞനിയത്തി അമ്മൂസ്. ഞാൻ പപ്പടം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നാ 250 പപ്പടം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കേണ്ടി വന്നു. ഓണാഘോഷം നമ്മുടേത് മാത്രമല്ലല്ലോ, അയൽവക്കത്തുള്ള താത്തമാരും കുട്ടികളും ഒക്കെ വന്നിരുന്നു. നമ്മുടെ സദ്യത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര വരട്ടി, കായ ഉപ്പേരി, പായസം, ഓലൻ, രസം, അവിയൽ, ഇഞ്ചിപ്പുളി, കൂട്ടുകറി, കാളൻ, പച്ചടി, അച്ചാർ, പപ്പടം, പുളിശ്ശേരി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി ഓണസദ്യ ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. ഇന്ന് എൻ്റെ ഏട്ടത്തിയമ്മയുടെ പിറന്നാളാണ്. അതുകൊണ്ട് നമ്മളൊരു കേക്കൊക്കെ മുറിച്ചത് ആഘോഷമാക്കി. ഇതിനിടയിൽ സദ്യയ്ക്ക് ശേഷം ഉറിയടി, കസേരകളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, വടംവലി തുടങ്ങിയ മത്സരങ്ങളൊക്കെ നടത്തിയിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ശേഷം രാത്രി എല്ലാവരും കൂടെ ചെറിയൊരു DJ ഒക്കെ സംഘടിപ്പിച്ചു. ഏട്ടന്റെ വീട്ടിൽ എല്ലാവരും നല്ല വൈബാണ്. അതുകൊണ്ട് ആരും മാറിയിരിക്കത്തൊന്നുമില്ല. എല്ലാവരും നല്ലതുപോലെ ഈ വർഷത്തെ ഓണം ആഘോഷിച്ചു. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവ്. അപ്പൊ നമ്മുടെ തറവാട്ടിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഏട്ടന്റെ വീട്ടില്, ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഓണാഘോഷം എന്ന് പറഞ്ഞെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മയുടെ വീട്ടിലാണ്, അമ്മയുടെ തറവാട്ടിലാണ്. എല്ലാവരും കൂടെ ഒരു 10-30 പേരുണ്ടായിരുന്നു. എല്ലാവരും അമ്മാവന്മാരും അമ്മായിമാരും കസിൻസും കുഞ്ഞു പിള്ളേരും എല്ലാവരും കൂടെ ഉള്ളൊരു ഓണാഘോഷമായിരുന്നു. അപ്പൊ എല്ലാവരും പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ തിരുവോണത്തിന്റെ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ് ഹൃദയ പ്രവീൺ.